ഡേ 2 ഓഫ് ഗവി. ഒരു കോഫിയോ ടീയോ ഇല്ലാതെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത രണ്ടാളാണ് ഞാനും അമ്മയും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. പുലിയെ കണ്ടാൽ ഞാൻ ഇപ്പം പിടിക്കുമെന്നുള്ള പവറിൽ നടക്കുകയായിരുന്നു കുട്ടപ്സ്. കുറച്ച് കഷ്ടപ്പെട്ടാലും വളരെ വർത്ത് ഇറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ഞങ്ങൾ മുകളിൽ ചെന്നെത്തിയപ്പോൾ. അങ്ങനെ ഹൈക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹട്ടിലേക്ക് പോകുന്ന വ്യൂ ആണ് ഇത്. അപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ട്. ഹൈക്ക് ചെയ്ത് കുട്ടപ്സ് തിരിച്ച് ഞങ്ങളുടെ ഹട്ട് വരെ എത്തി. പിന്നെ വിശന്നിരിക്കുകയായിരുന്നുകൊണ്ട് ബ്രെഡും കുറച്ച് കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ബോട്ടിങ്ങിന് ഇറങ്ങി. പയ്യെ റോ ചെയ്തിട്ടായാലും നമ്മൾ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തി. അവിടെയാണെങ്കിൽ നല്ല മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. ഈ കുഞ്ഞ് വാട്ടർ റിസർവ് കൂടെയൊക്കെ ആന പോയിട്ടുള്ളതിൻ്റെ പ്രസൻസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആനയും പുലീനെയും ഒന്നും കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും ഈ കാണുന്ന ടാഡ്പോൾസിനെ കാണാൻ എനിക്ക് പറ്റി, അതും ആദ്യമായിട്ട്. അങ്ങനെ ഈ ലേക്കിലെ കാറ്റും നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം പാർക്കിലും സ്പെൻഡ് ചെയ്ത് ഞങ്ങളിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഗൈഡ് ചേട്ടൻ നമുക്കവിടെ ഫിഗ് ഉണ്ടായി നിൽക്കുന്നുണ്ട്, നല്ല പഴുത്ത ഫിഗ് നോക്കി പറിച്ചു തന്നു. ഫ്രഷ് ഫിഗിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കാണുമ്പോൾ എനിക്ക് സ്ട്രേഞ്ചർ തിങ്സിലെ മോൺസ്റ്ററിൻ്റെ ഓർമ്മയാണ് വന്നത്. ഇതാണ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ ഡോം സ്റ്റേ ഇവിടെ ഉള്ളത്. ഇതിന് 10,000 സംതിങ് ആണ് പെർ നൈറ്റ് വരുന്നത്. കാടിൻ്റെ അകത്ത് വളരെ സെക്ലൂഡഡ് ആയിട്ടാണ് ഈ സ്റ്റേ വരുന്നത്. ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു ട്രീ ടോപ്പിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പം. അങ്ങനെ ഞാനും അമ്മയും അവിടുത്തെ മരങ്ങളും ചെടികളും എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഗവിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു.